നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നൂല് പൊട്ടിപ്പോകുന്നതും അത് എന്തുകൊണ്ടാണ് നൂല് പൊട്ടിപ്പോകുന്നത്, അതെങ്ങനെ പരിഹരിക്കാം എന്നുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിനൂല് കട്ട പിടിക്കുകയും പിന്നെ നമ്മുടെ സൂചിയിലാണെങ്കിൽ നൂല് പിടിക്കാതെ വരികയും ഒക്കെ ചെയ്യുന്നതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പ്രോബ്ലം തന്നെയാണ്. അതായത് നമ്മൾ മെയിനായിട്ട് ചിലപ്പോൾ നൂല് പൊട്ടിപ്പോകുന്നത് നമ്മൾ ത്രെഡ്, മെഷീനിലിടുന്ന ത്രെഡ് യൂസ് ചെയ്യുമല്ലോ, ഇതിന് ക്വാളിറ്റി കുറഞ്ഞ ത്രെഡായിരിക്കും ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നൂലാണെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോയി നമ്മൾ സ്റ്റിച്ച് ചെയ്യും തോറും ഈ നൂലിങ്ങനെ പൊട്ടി പോയിക്കൊണ്ടിരിക്കും. അതപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ ഈ ത്രെഡ് അത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ തിരഞ്ഞെടുക്കുക. ആ ത്രെഡിൻ്റെ കാര്യത്തിൽ തന്നെ രണ്ടാമത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് കണ്ടോ, ഇവിടെ ഇപ്പം നല്ല റൗണ്ടിലാണ് ഇരിക്കുന്നത് ഈ രണ്ട് സൈഡും. ചിലപ്പോൾ നമ്മുടെ ത്രെഡ് നമ്മുടെ വീട്ടിലത്തെ കുട്ടികളൊക്കെ എടുത്താകാം ഈ കോലത്തിലൊക്കെ ചിലപ്പോൾ ഇരുന്നെന്ന് വരും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇത് നേരെ ആക്കിയിട്ട് എടുത്തിട്ടാൽ പോലും ഇതിനകത്ത് ഒരു ചുളിവ് പോലെ കാണും. അങ്ങനെ നമ്മൾ ഈ ത്രെഡ് ഇടുന്ന സമയത്ത് ഇത് നമ്മുടെ സ്പൂൾ പിന്നെ തന്നെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ടൈറ്റായിട്ട് കിടക്കുക. ഇത് ഇങ്ങനെ കിടന്ന് തിരിഞ്ഞാൽ മാത്രമേ നമുക്ക് നീഡിൽ വരേക്കും ഈ നൂല് എത്തുകയുള്ളൂ. ഇത് ഈ സ്പൂൾ പിന്നെ തന്നെ ടൈറ്റായിട്ട് കിടക്കുന്ന സമയത്ത് ഇങ്ങോട്ട് നൂല് വരാതിരിക്കുകയും നമ്മൾ തയ്ക്കുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. ഇതാണ് നൂലിൻ്റെ കാര്യത്തിൽ രണ്ടാമത് വരുന്ന ഒരു കാര്യം. ഇനി നൂലിൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ അടുത്തത് വരുന്നത് നമ്മൾ ചുറ്റുന്ന നൂല്. ഈ ബോബിനയിൽ ചുറ്റുന്ന നൂല് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ചുറ്റുന്ന സമയത്ത് ഈ ബോബിനയിൽ നല്ല ടൈറ്റായിട്ട് ഈ നൂല് ഇങ്ങനെ ചുറ്റിപ്പോവുകയോ, ടൈറ്റായിട്ടാണ് നൂല് ചുറ്റിപ്പോകുന്നതെങ്കിലും അടിയിൽ നിന്ന് വരുന്ന നൂല് നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല, അത് ചിലപ്പോൾ പൊട്ടിപ്പോയേക്കാം. ഇത് ചിലപ്പം നമ്മൾ ചുറ്റുന്ന സമയത്ത് അടിനൂല് ലൂസായിട്ട്, അതായത് നമ്മൾ ഈ ബോബിനെ ചുറ്റുന്ന സമയത്ത് ഇവിടെ ഒരു ടൈറ്റ് ഇല്ലാതെ കൊണ്ട് വളരെ ലൂസായിട്ട് കിടക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അടിയിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ കുറേ നൂല് കയറി വന്ന് കട്ട പിടിച്ച് അടിനൂല് കട്ട പിടിച്ചിരിക്കുന്നത് കാണത്തില്ലേ. അതിന് പ്രധാന കാരണം ഇതാണ്. നമ്മൾ ബോബിനേലാണെങ്കിൽ നൂല് ചുറ്റുന്നത് ഒന്നില്ലെങ്കിൽ അതായത് എപ്പോഴും നമ്മൾ ത്രെഡിൻ്റെ ടെൻഷൻ ശരിയായിട്ടിരിക്കണം. അത് ടൈറ്റ് ആകാനും പാടില്ല, ലൂസ് ആകാനും പാടില്ല. ഒരു മിഡിൽ സ്റ്റേജിൽ തന്നെ അത് നിൽക്കണം. എങ്കിൽ നമുക്ക് ഈ തയ്ക്കുന്ന സമയത്ത് ത്രെഡ് പൊട്ടിപ്പോകുന്ന പ്രോബ്ലംസ് ഒരു പരിധി വരേക്കും ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബോബിൻ കേസ്. ഇതും നമ്മുടെ അടിനൂല് കട്ട പിടിച്ച് വരുന്നതിൻ്റെ ഒരു പ്രധാന വില്ലനാണ് ഈ സാധനം. കാരണം നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് നോക്കി മേടിക്കുക. നമ്മുടെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കി വാങ്ങിക്കുക. നോക്കി വാങ്ങിച്ചതിന് ശേഷവും നമ്മൾ ഇത് കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴും ഈ കാണുന്ന സ്ക്രൂവ് ലൂസായി വരും. അത് നമ്മൾ ടൈറ്റാക്കി കൊടുത്തില്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മുടെ അടിനൂല് കട്ട പിടിച്ച് വരും. അതുപോലെ ഈ കാണുന്ന ഒരു ഗ്യാപ്പില്ലേ, ഈ ഗ്യാപ്പും നമ്മൾ കുറേ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടി ഗ്യാപ്പായിട്ട് വരും. അപ്പം നമ്മൾ ഈ ഈ കേസ് നമ്മളാണെങ്കിൽ എപ്പോഴും അടിനൂല് കട്ട പിടിക്കുന്ന സമയത്ത് നമ്മൾ
ഈ ത്രെഡ് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ബോബിൻ കേസും ശ്രദ്ധിച്ചിരിക്കണം, ഇതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്. അങ്ങനെ നമ്മൾ ത്രെഡിൻ്റെ കാര്യം പറഞ്ഞു, ബോബിൻ്റെ കാര്യം പറഞ്ഞു, ബോബിൻ കേസിൻ്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം നമ്മൾ നൂല് ചുറ്റിയെടുക്കുന്ന ഇതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇനിയും നൂല് പൊട്ടുന്നതിനുള്ള രണ്ടാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ടെൻഷൻ ഡയൽ നമ്മൾ ഒരുപാട് ടൈറ്റായിട്ട് അങ്ങോട്ട് ഇങ്ങനെ തിരിച്ച് ഇതിങ്ങനെ അടുപ്പിച്ച് ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അടുത്തിരുന്നാലും നമ്മുടെ നൂല് ഇവിടുന്ന് ഇങ്ങനെ ഇതുണ്ടോ, ഈ നൂലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും കണ്ടോ. നമ്മൾ ഇത് ലൂസാക്കിയിട്ടാൽ മാത്രമേ നമ്മുടെ ആ ത്രെഡിന് നന്നായിട്ട് ഇങ്ങോട്ട് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ടെൻഷന്. ഇത് ലൂസായിട്ടിരുന്നാലും ഒരുപാട് ടൈറ്റായിട്ട് പോയാലും നമ്മുടെ ത്രെഡാണെങ്കിൽ ടൈറ്റായിട്ടിരുന്നാൽ ത്രെഡ് നീഡിലിൻ്റെ അവിടെ വരുമ്പോഴത്തേനും പൊട്ടിപ്പോവുകയും ലൂസായിട്ടിരുന്നാൽ ലൂപ്പായിട്ട് സ്റ്റിച്ച് വീണുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി അടുത്ത ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മൾ നീഡിൽ ഉപയോഗിക്കുന്നത് വഴി വരുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഫസ്റ്റായിട്ട് നമുക്കുള്ള വിഷയമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നൂലായാലും സൂചി ആയാലും ബോബിനായാലും ബോബിൻ കേസ് ആയാലും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ മേടിച്ച് ഉപയോഗിക്കുക. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മിഷനിൽ ഇരുന്ന സൂചിയും 2 ടൈപ്പ് തന്നെ കിട്ടും. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇപ്പം പരന്നിരിക്കും. ഈ ഒരു വശം പരന്നിരിക്കുന്നതാണ്. ബാക്കി ഇത്ര ഭാഗമാണെങ്കിൽ ഉരുണ്ടിരിക്കും കണ്ടോ. ഇതിങ്ങനെ ഇത്ര ഭാഗം ഉരുണ്ടിരിക്കുന്നതും ഇതിൻ്റെ ഒരു വശമാണെങ്കിൽ പരന്നിരിക്കുന്നതുമാണ്. കണ്ടോ. നമ്മുടെ ഈ സാധാരണ സൂവിങ് മെഷീന് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ സൂചി തന്നെ ആയിരിക്കും. ഇങ്ങനെ ഒരു വശം പരന്നിരിക്കുന്ന സൂചി തന്നെ. നമ്മൾ നീഡിൽ ഇട്ട് കൊടുക്കുമ്പോഴും ഈ പരന്നിരിക്കുന്ന വശം ഈ ഭാഗത്ത് ഇങ്ങനെ വരുന്നത് പോലെ, ഈ പരന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ വരുന്നത് പോലൊക്കെ ഇട്ട് കൊടുക്കണം. അതായത് ഇതുണ്ട്, നമ്മൾ നീഡിലിടുമ്പോൾ നമ്മുടെ ഫീഡോഗിന്ന് ഇതുണ്ട് ഇങ്ങനെ താന്നിരിക്കുമ്പോഴത്തേനും ഈ വിരൽ കണ്ടോ, ഇങ്ങനെ കറക്റ്റ് ടൈറ്റായിട്ടാണ് അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നത്. ഇതിൽ വേണം നമ്മൾ നീഡിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഈ നീഡിൽ ഒത്തിരി താഴോട്ട് ഇറങ്ങിയിരുന്നാലും സ്റ്റിച്ച് പിടിക്കാതെയും കൊണ്ട് സൂചി ഊരി പോകും. ചിലപ്പോൾ സൂചി ഊരി പോകും, ഇല്ലെങ്കിൽ സ്റ്റിച്ച് പിടിക്കാതെ ഇരിക്കും. അതുപോലെ നമ്മൾ ഇത് കുറേ ഉള്ളിലോട്ട് കുറേ അങ്ങ് ആയിപ്പോയാലും ഇതിൻ്റെ ഈ നീളം, ഈ സൂചിയുടെ ലെങ്ത് കുറഞ്ഞു നമ്മൾ കയറ്റിയിടുന്ന വഴി ലെങ്ത് കുറഞ്ഞു പോയാലും നമ്മൾ തയ്ക്കുമ്പം സ്റ്റിച്ച് പിടിക്കാതെ വരും. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോവുക, അടിനൂല് പിടിക്കുക, കട്ട പിടിച്ച് വരിക, ലൂപ്പായിട്ട് സ്റ്റിച്ച് വരിക, അല്ലെ സ്കിപ്പിഡ് സ്റ്റിച്ച് വരിക, ഇതൊക്കെ വരുന്നത് നമ്മൾ പ്രധാനമായിട്ടും വരുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കുഴപ്പം തന്നെയാണ്. അപ്പം നമ്മൾ ത്രെഡ്, നീഡിൽ, നമ്മുടെ ബോബിൻ കേസ് എല്ലാം ആണെങ്കിൽ ക്വാളിറ്റി ഉള്ളത് തന്നെ മേടിച്ച് ഉപയോഗിക്കുക. പിന്നെ രണ്ടാമത്തെ ഇതിലാണ് നമ്മുടെ മെഷീൻ ആണെങ്കിൽ ടെൻഷൻ. രണ്ടാമത്തെ ഘടകമെന്ന് പറയുന്നത് ടെൻഷൻ ശരിയല്ലാതെ വരുമ്പോഴാണ് നൂല് പൊട്ടിപ്പോവുകയും അടിനൂല് പിടിക്കുകയും ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ മെഷീൻ്റെ ടെൻഷൻ, അടിനൂലിടുന്നതും മേൽനൂല് ഇടുന്നതിൻ്റെയും ടെൻഷൻ കറക്റ്റായിട്ട് വെക്കുക. മൂന്നാമതായിട്ട് നമ്മൾ നീഡിലിടുന്നത് കറക്റ്റായിട്ട് ഇടുക. ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഇട്ടാൽ തന്നെ ഒരു പരിധി വരേക്കും നമ്മുടെ ഈ മെഷീൻ്റെ പ്രോബ്ലംസ് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ത്രെഡ് പിടിക്കാതെയും പൊട്ടിപ്പോകുകയൊക്കെ വരുന്നതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ച്
ലെങ്ത് റെഗുലേറ്റർ കറക്റ്റ് അല്ലാതെയും കൊണ്ട് വരുന്ന സമയത്താണ്. ഇവിടെ നമ്മൾ ചിലപ്പം സ്റ്റിച്ച് ലെങ്ത് റെഗുലേറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ടൈറ്റാക്കി ഇടും. അല്ലെങ്കിൽ ടൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 ചെറിയ ചെറിയ സ്റ്റിച്ച് വീഴാൻ വേണ്ടി ഇടും. അല്ലെങ്കിൽ നീളത്തിൽ സ്റ്റിച്ച് വീഴാൻ വേണ്ടി ഇടും. ഇവിടെ ഈ വരുന്ന സമയത്ത് ചില ഫാബ്രിക്കിൽ ചില സ്റ്റിച്ചസേ പിടിക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബനിയൻ തുണി പിടിക്കാതൊക്കെ വരുന്നത്. ഇവിടുത്തെ ഒരു പ്രോബ്ലം കൂടിയാണ്. നമ്മൾ സാധാരണ കോട്ടൺ ഫാബ്രിക് തയ്ക്കുന്ന ആ ഒരു ഇതിലായിരിക്കും ഇത് നമ്മൾ ഇതാക്കിയിട്ടേക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ഫാബ്രിക് എടുത്ത് തയ്ക്കുന്ന സമയത്തും ആ ഫാബ്രിക്കിൻ്റെ ഇതനുസരിച്ച് വേണം നമ്മുടെ ഈ സ്റ്റിച്ച് ലെങ്ത് റെഗുലേറ്റർ കറക്റ്റ് ചെയ്ത് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കി നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരേക്കും നമ്മുടെ നൂല് ബ്രേക്കേജ് ആയിട്ട് വരുന്ന കാര്യം ഒഴിവാക്കാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ.